experience. ചേച്ചി, ഞാൻ അവിടെ സ്കൂളിൽ മോണോ ആക്ടിന് പേര് കൊടുത്തു. അപ്പൊ എനിക്ക് അതിന് പഠിക്കണം. നിനക്കറിയോ മോണോ ആക്ട്? പിന്നെ നീ എന്തിന് പേര് കൊടുത്തേ? അല്ല, ഡാൻസ് പാട്ടും ഒക്കെ പിന്നെ അതൊന്നും എനിക്ക് അറിയത്തില്ല. വല്ല യൂട്യൂബിൽ നോക്ക്. യൂട്യൂബ് നോക്കിയൊക്കെ എങ്ങനെ പഠിക്കാനാ? പിന്നല്ലാതെ ഇപ്പൊ എനിക്കറിഞ്ഞൂടാ, ഞാനൊന്നിനും ചേർന്നിട്ടില്ല. നിനക്കറിയാന്നുള്ള വല്ല റെസിറ്റേഷനോ ഹിന്ദിയൊക്കെ പേര് കൊടുത്താ പോരായിരുന്നോ? അതൊക്കെ പാടല്ലേ, ഇതാവുമ്പോ സിമ്പിളാ. മോണോ ആക്ട് ഭയങ്കര സിമ്പിൾ. ഡയലോഗ് പഠിച്ചാ പോരെ? അത് പക്ഷെ പഠിപ്പിക്കാൻ നല്ല ആള് വേണമെന്നല്ലൂ. ആരേലും ഉണ്ടോ? ഞാന് പണ്ട് മൈമെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മറ്റേ അത് ചെയ്യാൻ വേണ്ടി ഒരു സാറ് ടീച്ചറാ വിളിച്ചത്. പക്ഷെ ആ സാറ് സൂപ്പറായിരുന്നു. പക്ഷെ ആ സാറിന്റെ നമ്പറൊന്നും ഇല്ല. പിന്നല്ലാതെ പിന്നെ വിളിക്കാൻ അങ്കിളുണ്ട്. അങ്കിളിനറിയാലോ നാടകമൊക്കെ. ചോദിച്ചു നോക്കാം. മനസ്സിലായി. എന്ത് എന്താ എന്ത് എന്ത് മനസ്സിലായി? ഒന്നുമില്ല, ഞാൻ പറഞ്ഞതാ. എന്നപ്പോ ഇപ്പൊ എന്തിനാ ഞാൻ പാട്ട് പാടിയ? എന്റെ വായി വന്നത് പാടി. നിനക്ക് വേറെ എന്താ? ലല്ലു നല്ലു പോ പോ പോ. തന്നെ നീ സ്വന്തമായിട്ട് പോയി ചോദിച്ചാ മതി, ഞാൻ വരൂല. ഞാൻ ചുമ്മാ ഇറങ്ങിയ. ചുമ്മാ കളിക്കില്ല നീ. എന്റെ നല്ലു, നീ ആരോട് വെച്ചിട്ടാ പേര് കൊടുത്തത്? അമ്മ, അവര് പറഞ്ഞു എന്തിനേലും ചേരാൻ. എന്തിനേലും ചേരാൻ പറഞ്ഞപ്പോ നീ എന്തിനാ? എനിക്ക് ഇഷ്ടമാണ് നീ സ്കൂളിൽ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത്. നിനക്ക് മോണാക്ട് അറിയാമോ? അമ്മ, അത് പഠിച്ചാ പോരെ? പഠിച്ചാ പോരെ? എന്തൊരു സിമ്പിൾ ആയിട്ടാ പറയണത്. നിനക്ക് വേറെ പാട്ടും ഡാൻസും ഒക്കെ ഇല്ലേ മത്സരത്തിന്? അമ്മ, എനിക്ക് പാട്ടും ഡാൻസും ഒന്നും കളിക്കാൻ അറിയത്തില്ല. എന്തൊരു സിമ്പിൾ ആയിട്ടാ പറയണ അവള് പാട്ടും ഡാൻസ്. ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോ ശനി ഞായറെങ്കിലും എന്റെ കൂടെ വാ നല്ലോന്ന്. ഈ ശരീരം എങ്കിലും ഒന്ന് മര്യാദക്ക് ഇരിക്കുമല്ലോ. അമ്മയാണെങ്കിൽ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. നീ ഞാൻ അവിടെ പോയി ഡാൻസ് പഠിപ്പിച്ചിട്ട് നിന്നെ ഞാൻ ഇവിടെയും പഠിപ്പിക്കണം വന്ന്. അതിനെന്തുവാ, നമ്മുടെ മോളല്ലേ? ആഹാ, എന്തുവാ ഓരോന്നും കൊണ്ട് വന്നോളൂള്. എടി, എനിക്ക് അറിയത്തില്ല. തമ്പിച്ചേട്ടൻ നാടകമല്ലേ പഠിപ്പിക്കുമ്പോ, നാടകക്കാരനല്ലേ, മോണാക്ട് ഒക്കെ അറിയോന്ന് എനിക്ക് അറിയത്തില്ല. അമ്മ സുലുമാമിയോടൊന്ന് ചോദിച്ചു. സുലുമാമി വരട്ടെ, അപ്പൊ ഞാൻ ചോദിക്കാം. അമ്മ, സുലുമാമി വന്ന പിന്നെ അമ്മ അത് ചോദിച്ചു. പിന്നെ സുലുമാമി പോയി തമ്പിരാമിനോട് പറഞ്ഞു. ഇതൊക്കെ സമയം എടുക്കും. നിനക്ക് അറിയായിരുന്നല്ലോ സമയം എടുക്കുമെന്ന്. ഈ മൂക്കെ മുഹൂർത്തത്തിനല്ല വന്ന് ചോദിക്കേണ്ടത്. ഇപ്പൊ ചോദിച്ചാ എനിക്ക് ഇന്ന് തൊട്ട് പഠിച്ചൂടെ അമ്മ? എന്നാലും ഇനി കുറച്ച് ദിവസത്തോടെ ഉള്ള. നീ അങ്ങോട്ട് പോയി ചോദിക്ക്. തമ്പിച്ചേട്ടൻ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനോ? നീ പോയി ചോദിച്ചിട്ട് വാ. അമ്മ അങ്ങോട്ടൊന്ന് വാ പ്ലീസ്. എന്തൊരു പാടാണ് ഇത്. കഴിഞ്ഞിട്ട് വരെയൊന്ന് അരിഞ്ഞു വെച്ചിട്ട് വരെ. അമ്മ, ഇനി കുറച്ച് ദിവസത്തോടെ മാറങ്ങോട്ട് കൈ കഴിയട്ടെ. ഉണ്ടാകുമായിരിക്കും. തമ്പിച്ചേട്ടാ, തമ്പിച്ചേട്ടാ, തമ്പി അങ്കിളേ. ലില്ലിയേച്ചി, മുത്തേ. ഓ, എപ്പോ വന്ന്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ലേ, വാ. ഇല്ല, ഇവിടെ നിന്നോളാം. തമ്പിച്ചേട്ടനില്ലേ? ഇല്ല, എന്തേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞോ. അല്ല, തമ്പിച്ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്ത് ചേച്ചി? എന്റെ അടുത്ത് പറ. വേണ്ട, തമ്പിച്ചേട്ടനോട് പറഞ്ഞോളാം. അല്ലിപ്പോ പറ. കാര്യം പറയാ ചേച്ചി. പിന്നെ തമ്പിച്ചേട്ടനെ മോണാക്ട് പഠിപ്പിക്കാൻ അറിയോ? കൊള്ളാം, അറിയോന്ന്. 2 എണ്ണം അടിക്കണം. മോണോ കൊണ്ട് കാണിക്കുന്ന ആക്ട് കണ്ടിട്ടുണ്ടാ? ഗംഭീരമാണ്. അതല്ല, പിന്നെ മോണോ ആക്ട് ഇല്ലേ? മോണാക്ട് ഇല്ലേ, സ്കൂളിലൊക്കെ പിള്ളേര് മത്സരിക്കത്തില്ലേ? ഒരാള് ഗംഭീരായിട്ട് പഠിപ്പിക്കും. എത്ര സ്കൂളുകൾക്ക് അവാർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ചേച്ചി അത് പഠിക്കാനാണ്? ധൈര്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാന്ന് ഞാൻ പറഞ്ഞ കേൾക്കും. ഞാൻ വിചാരിച്ച തമ്പിച്ചേട്ടൻ നാടകം മാത്രമേ അറിയത്തുള്ളൂ. മോണാക്ട് അറിയാം നല്ല രീതിയിൽ. പിന്നെ ഈ നമ്മുടെ കലോത്സവ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ക്യൂ ആണ് ആൾക്കാര് തമ്പിച്ചേട്ടൻ മോണാക്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. കുഴപ്പമില്ല ഏട്ടാ, ഇവിടെ ഇല്ലേ? ഒന്ന് വിളിക്കാം. അളിയോ, അളിയാ, ആണ്ടാ നമ്മളെ ആൾക്കാരെ ഇല്ല, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അതെ, ഇവളെ സ്കൂളില് മോണാക്ട് മത്സരത്തിന് പേര് കൊടുത്ത് വന്നേക്കുന്നു.
നല്ലതല്ലേ, അതിന് നല്ലതല്ലേ? നല്ലതാണ്. അപ്പൊ പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ. അയ്യോ അവക്കറിയണ്ട ആ? അളിയ നമ്മളെ തൊട്ടയിലൊക്കെയാണ് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുത്തു. ആണോ? പിന്നല്ലേ അയ്യോ, ഇവര് അയലൊക്കെക്കാരായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഇതുവരെ അറിയത്തില്ലേ? ഇല്ല, ഇവര് ഗോകർണത്തല്ലടാ ഇവര്. ഗോകർണത്ത് ആ, ഞങ്ങൾ മാറിക്കൂടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന എന്നെ നീ പരിചയപ്പെടുത്തണോ കുഞ്ഞുങ്ങളെ തന്നെ? അറിയായിരുന്നില്ലേ? ആഹാ, അതെന്താന്ന് വെച്ചാ അങ്ങോട്ട് 1.5 വർഷം കൂടി ഒരു പെങ്ങളെ കാണാൻ വന്നതാ. ഞങ്ങളെ സീനിയർ വിഭാഗത്തിലാ, കൊറേ പേരുണ്ട്. കിട്ടുവോ? അയ്യോ അളിയൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല. എത്ര എത്ര അവാർഡുകൾ അളിയൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. അവൻ പഠിപ്പിക്കും, ഞാൻ പോട്ടെ. ഇവൻ പഠിപ്പിക്കും. നീ പിന്നെ ഇടയ്ക്ക് വർത്താനം പറയുന്ന കാര്യം അളിയൻ പറഞ്ഞു. അല്ല ഇവള് അങ്ങനെ മോണാക്ട് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല തമ്പി ചേട്ടാ. അതുകൊണ്ടാ. നമുക്ക് ചെയ്യാം. നമുക്ക് നല്ലൊരു സംഭവം നോക്കട്ടെ. അതിൽ കണ്ടന്റ് കണ്ടെത്തണം. അപ്പം പ്രൈസ് മേടിക്കുന്ന കണ്ടന്റ് ആകുമ്പോഴത്തേനും പ്രൈസ് വാങ്ങണം. പ്രൈസ് വാങ്ങണം. സംഭവം ഈ കലോത്സവം നമ്മളെ വീട്ടിൽ ഇരിക്കണം. വീട്ടിലിരിക്കണം. വീട്ടിലിരിക്കണം. ഫസ്റ്റ് നീ ഒന്ന് വീട്ടിലിരിക്കാവോ? ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. അല്ല നമ്മളെ വേണ്ടപ്പെട്ട അപ്പം കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പേടിക്കണ്ട. നമുക്ക് ഈ കീടാണുവിന്റെ സാധനം പിടിച്ചാലേ. ഡൊമസ്റ്റ് ബാത്റൂമിനകത്തുള്ള ഇറങ്ങി പറഞ്ഞേ. കറക്റ്റാ. പക്ഷെ ഹൈസ്കൂൾ അല്ലേ, വീട് കുറച്ചുകൂടെ മേളിൽ വേണം. എടാ നീ ഒന്ന് മാറി, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എനിക്ക് സാധനം സ്വസ്ഥതടാ. ഒരു കണ്ടന്റ് വേണം. അത് നമുക്കൊരു കാര്യം ചെയ്യും. എന്താണേലും പെട്ടെന്ന് കണ്ടുപിടിക്കണം. മറ്റന്നായി കണ്ട മത്സരം ഇവള് ഇപ്പഴാ വന്ന് പറയണത്. അല്ല മുത്തിനല്ലേ? മുത്ത് ധൈര്യമായിട്ടിരുന്നോ? മുത്ത് നല്ലൊരു കണ്ടന്റ് ഇപ്പൊ ഞാൻ തരും. ഞാനല്ല, പിന്നെ നല്ലു. മുത്തിനല്ലേ? അല്ല നിനക്കാ? നല്ലു അല്ലേ സ്കൂളിൽ പഠിക്കുന്നത്? എന്തുവല്ല അല്ലു ഇത്? അല്ലേ ആ കൊച്ചു കോളേജിലെ പഠിക്കുന്നത്, അതാ സ്കൂളിൽ പഠിക്കുന്നത്. മുത്തിന്റെ അനിയത്തി ആകുമ്പോഴത്തേന് എന്റെ അനിയത്തിയാണല്ലേ. അപ്പൊ അതിനനുസരിച്ച് അളി എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. നീ ഒന്ന് മാറി ഞാൻ ഒന്ന് സംസാരിക്കും. ഇല്ല ഇല്ല. അവിടെ ഒരു കാര്യം, ഞാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കിട്ടെ, ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. മോള് തയ്യാറായിട്ടിരുന്നോ? ഇന്ന് തന്നെ വന്ന് അവൾക്കൊന്ന് നന്നിട്ട് എഴുതി കൊടുത്താൽ മതി. അവളത് പഠിച്ചു വെക്കും. എഴുതി ആദ്യം പിന്നെ അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് എഴുതി പഠിക്കാം കേട്ടോ. എന്നാ വിട്ടു. പ്രൈസ് മേടിക്കുന്നത് വേണം, അതാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ ആരും നോക്കണ്ടല്ലോ തമ്മിൽ. കേട്ടോ, നോക്കട്ടെ ഓക്കെ കേട്ടോ. വരുന്നുണ്ട് ചേട്ടാ. ഓ ആര് വരുന്നുണ്ട്? എവിടെ പോകുന്നത്? നീ അകത്തോട്ട് പോയി. ഒന്നെങ്കിൽ വീട്ടിൽ പോയില്ലെങ്കിൽ നീ പിറക്കത്ത് കയറേ. സ്വസ്ഥത കളയാൻ വേണ്ടി നല്ലൊരു കണ്ടന്റ് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളെ വീട്ടിൽ ഇരിക്കണം. ഇതിന്റെ അകത്ത് പറഞ്ഞു റെഡിയേ. അപ്പോൾ തുടങ്ങിയേക്കാം. മോളതിന് മുമ്പ് വേറെ ചെയ്തിട്ടുണ്ടോ മോണാക്ട് എന്തെങ്കിലും? വേണ്ടല്ലേ അല്ലേ? അപ്പൊ നമുക്കേ പുതിയതായിട്ട് ലേറ്റസ്റ്റ് പിടിക്കാൻ പറ്റിയത് മയക്കുമരുന്നിന്റെ സംഭവം. അവിടെ ചെറുതായിട്ട് പ്ലാൻ ചെയ്തോളൂ, വിപുലീകരിച്ചിട്ടില്ല. അപ്പം മയക്കുമരുന്ന് പറയുമ്പം അവിടുത്തെ വീട്ടിലെ പയ്യൻ വെളിയിലോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ അമ്മ വിളിക്കുന്നു, അമ്മ ശകാരിക്കുന്നു. ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ മോള് കയ്യിൽ നിന്ന് കൂടുതലിട്ട് ചെയ്തോണം കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം അമ്മ വെളിയിൽ നിൽക്കുക, മോനെ കാത്ത് നിൽക്കുക. ഒരു വക പറഞ്ഞാലും കേൾക്കത്തില്ല ചെറുക്കൻ. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. അച്ഛനാണ് ജോലിയില്ലാതിരിക്കുന്നു. ഇങ്ങനെ വരട്ടെ. അപ്പോൾ മകൻ വരുക വെളിയിൽ നിന്ന്. അമ്മ പറയും, ഒന്ന് നിൽക്ക. എന്താ മേ, നീ ഇടയായിട്ട് പതിരാത്രിക്ക് വീട്ടിൽ വരുന്നത് ശരിയാകുന്നില്ല. ശരിയാ. അപ്പൊ നേരം വെളുക്കുമ്പോൾ വരാം പോരെ? തർക്കുത്തരം പറയുന്നോ? അമ്മയുടെ പണി നോക്കമ്മേ. ഇങ്ങനെ ചൂടായിട്ട് അമ്മ ലാസ്റ്റ് പറയാ, ഇല്ല, ആറ്റം നോറ്റ് ഉരുളി കമത്തി ഉണ്ടായ മകന. പക്ഷേ അവൻ അച്ഛനും അമ്മയ്ക്കും വളരെയേറെ തലവേദനയായി മാറുകയാണല്ല. അമ്മേ, ഞാനൊരു തലവേദനയാണെങ്കിൽ അമ്മയൊരു ഡോക്ടറെ കാണണം. തലവേദനയ്ക്കുള്ള മരുന്ന് മേടിക്കമ്മേ. ഇങ്ങനെ പറഞ്ഞു പോവാ. ക്ലൈമാക്സ് ഉണ്ടാക്കി തരാം, ജസ്റ്റ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഒന്ന് കാണിച്ചേ, മോള് കാണിച്ചേ. അപ്പൊ ആദ്യം അമ്മയാണോ? അമ്മച്ചി വരാൻ എവിടെ? അതല്ല, ഞാൻ മോനാണോ? ആദ്യം അമ്മയാ. അമ്മയാ. പയ്യനൊരു 10-20 വയസ്സുണ്ട് പയ്യന്. അമ്മയ്ക്കൊരു 35-40 വയസ്സ്. ഡയലോഗ് അമ്മ നിന്ന് ആദ്യം പറയുന്നു, മകനെ കാത്തു നിൽക്കാം, അവനിങ്ങ് വരട്ടെ. ഈ കുടുംബത്തില് പെരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന് പറയുന്നു. അന്നേരത്തിന് മകൻ വരും. കാണിച്ചാൽ നോക്കട്ടെ. ആക്ഷൻ. അവനിങ്ങ് വരട്ടെ. അവന് കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചേക്കും. അവൻ വരട്ടെ, അവനെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ എവിടെ പോവാ? ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. ഈ ഇടയ്ക്കായിട്ട് നിന്റെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ.
ആരും അറിഞ്ഞ എന്റെ സ്വഭാവം ശരിയല്ലെന്ന്. ഉം. എന്നിട്ട് നിന്നെ എന്ത് പറയണ്ടേ? ഈ സമ്മാനം കിട്ടും. 4 കിട്ടും. നമ്മളെ കുറച്ച് ആക്ട് ചെയ്തു നന്നായിട്ട് അഭിനയിച്ച് പറയണം കേട്ടോ. നന്നായിട്ട് നമ്മളെ കഥാപാത്രം ചേഞ്ച് ചെയ്യുമ്പോഴത്തേന് അങ്ങനെ അപ്പൊ അതിനോട് എന്തോ നല്ല കുറച്ചും കൂടി ഇത് വരണം. ആ തമ്മിയുടെ നാടകത്തിലൊക്കെ ഉള്ള പോലെ ഇതിപ്പോ നമുക്ക് സങ്കടം വരുന്നില്ല. തമ്പിയണം ചെയ്യുന്നുണ്ട്, അവള് അത് ശരിക്കും ആവുന്നില്ല. അല്ല നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളു. അപ്പൊ അല്ല അവള് ചെയ്യുന്നുണ്ട്. തമ്പിയണ്ണം ചെയ്യണ പോലെ നോക്ക്, അവളുടെ മുഖത്തൊന്നും വരുന്നില്ല. മുഖത്തൊന്നും വരുന്നില്ല. അതാ ശരി, അവര് പറഞ്ഞ കറക്റ്റ്. മുഖത്ത് നല്ലപോലെ സങ്കടം വരുമ്പോഴേ കാഴ്ചക്കാർക്ക് ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ അമ്മ പറയാണ്, ആറ്റുന്നൂറ്റുണ്ടായ പയ്യന, ഉരുളി കമ്പത്തി ഉണ്ടായ ചെറുക്കന, ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങ് വരട്ടെ. അപ്പം മകൻ വരുന്നു. അമ്മേ ഞാൻ വെളിയിൽ പോകുന്നു, 1000 രൂപയ്ക്ക് തന്നെ. എന്റെ കയ്യിലോ? നിന്റെ അച്ഛൻ തന്നിരിക്കുന്നോടാ 1000 രൂപ. കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അച്ഛനാണ് പണിയില്ല. മീൻ പിടിക്കാൻ പോയിരിക്കുന്ന മനുഷ്യന് ചൂണ്ടയിടാൻ പോലും വയ്യാതിരിക്കുക, അറിയാവോ? എനിക്കൊന്നും അറിയണ്ട. എന്നെ പിന്നെ എന്തിനെങ്ങനെ പെട്ടത്? എന്നെ എന്തിനെങ്കിലും വളർത്തിയത്? നീ തോന്നിവാസം പോകുന്നു, നീ മയക്ക് മരുന്ന് കഴിക്കുന്നു. പതുക്കെ കയറി മുഖത്തും നന്നായിട്ട് അഭിനയിക്കണം. പ്രൈസ് മേടിക്കണം കേട്ടോ. കാണിച്ചേ. നല്ലതാ, അവള് അതുപോലെ പറഞ്ഞാ നല്ലതാ. എന്റെ കണ്ണു നിറഞ്ഞു. ചേട്ടാ നല്ലോ അതുപോലെ അങ്ങ് പറഞ്ഞേ. അവള് ചെയ്യും. ഉരുളി അമർത്തി ഉണ്ടായ ചെറുക്കനാ. ഇങ്ങോട്ട് തിരിഞ്ഞു കാണി. അങ്ങോട്ട് പുറമോട്ട് പോകാം. നോക്കട്ടെ. കാണിച്ച ഉരുളി അമർത്തി ഉണ്ടായ ചെറുക്കനാ. ഇപ്പൊ ഒരു ഇതുമില്ല നടക്കുന്നുണ്ടോ? ഇവ ഇപ്പൊ മയക്കുമരുന്നിന് ഭയങ്കര കുഴപ്പമാണല്ലോ. അവ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. അമ്മേ ഞാൻ വെളി വരെ പോവാ, എനിക്കൊരു 1000 രൂപ. എന്താ നിന്റെ അച്ഛൻ ഇവിടെ പൈസ കെട്ടി വെച്ചിട്ടുണ്ടോ? ഇവിടെ ഒന്നും പൈസ ഇല്ല. നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ? അങ്ങനെ വേണം. ഇല്ല, നിന്റെ അച്ഛൻ എന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഇവിടെ തരാൻ പൈസ ഇല്ല. മര്യാദക്ക് എനിക്ക് പൈസ തന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവേ. എന്തുവാടാ നീ പറയുന്നത്? നിന്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഒരു ജോലിയില്ല, ചൂണ്ടയിടാൻ പോലും നോക്കുന്നതിനാ നീ എന്തോ പറയുന്നത്? എനിക്ക് പൈസ ഇല്ല. മോന്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ? മോന്റെ അച്ഛനുണ്ടോ ഇവിടെ? കുഞ്ഞിന്റെ അച്ഛനുണ്ടോ ഇവിടെ? ഇല്ല. പറഞ്ഞു. തമ്പിയാണ് ഞാൻ വേറൊരു, ഇവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. വേറൊരു പറയട്ടെ, ഈ ക്ലീറ്റോനെ പറ്റി പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഇതുണ്ടാവുമല്ലോ, ആളുകൾ ഇങ്ങനെ നിൽക്കൂലേ. പിന്നെ ക്ലീറ്റോ ചേട്ടനെ പറ്റിട്ട് എന്ത് പറയാനാ? ക്ലീറ്റോനെ ആകുമ്പോഴത്തേനും അടിപിടി ഉണ്ടാകും, ഓടിച്ചിട്ട് തല്ലലുണ്ടാവും, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തരണേ പിന്നെ വിശക്കാരനോ? അത് വേണ്ട, ഇത് മതി. കൊള്ളാം. ഇപ്പോഴത്തെ ഇതിന്റെ എല്ലാ കഥയൊക്കെ നല്ലതാ, പക്ഷെ അവള് ഒത്തിരി കൂടെ പയ്യനെ കൊണ്ട് ഒരു അമ്മ അനുഭവിക്കുന്ന ആ കുടുംബത്തിന്റെ ഒരു വേദനയാണ്. അവള് നല്ല വഴക്ക് പറ. ആ പെണ്ണ് നിക്കണ നോക്കിയേ, തമ്പിയണ്ണന്റെ മുഖത്തോട്ട് നോക്കിയേ, തമ്പിയണ്ണൻ ചെയ്യണ പോലെ ചെയ്തേ നല്ലു. അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് നീ മര്യാദക്ക് ചെയ്യോ അവള് ചെയ്യുവാ, നീ നല്ലോണം ചെയ്യും. കുറച്ചുകൂടെ ഒന്ന് ഇതാക്കിയാ മതി. നമ്മള് കാണിച്ചു കൊടുക്കുന്ന. നീ മര്യാദക്ക് ചെയ്. നീ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ നാണക്കേട് തമ്പിയണ്ണനാ. പറഞ്ഞു. അവസാനം പറഞ്ഞത് എങ്ങനെ അറിയോ? ഈ ആർഷഭാരതത്തിലെ ഒരു കുടുംബത്തിലും ഒരാൾക്കും ഒരു പയ്യനും ഒരു മകൾക്കോ ഒരു മകനോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. അതിനുവേണ്ടി നമ്മൾ ഒന്നാകണം. നമുക്കൊന്നാകാം. നമ്മളൊന്നല്ലേ, ഒന്നാണ്. എന്താ നല്ല സ്കൂളില് മോണോ ആക്ടിന് ചേർന്നിട്ടുണ്ട്. മോണാക്ട് തമ്പിച്ചേട്ടൻ അത് പഠിപ്പിക്കുക. അത് നന്നായി. ഇങ്ങനെ അടുത്തൊരു നാടകക്കാരന്റെ കയ്യിട്ട് ഗുണം കണ്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? ഞങ്ങളുടെ ക്ലബ്ബിൽ ഇപ്പൊ മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതെയോ? 100ാം വാർഷികത്തിന് അമേച്ചർ നാടകം തമ്പിയെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞേക്കാം. സഹകരിക്കേണ്ടി വരും. ഇത് തന്നെ നടക്കട്ടെ. ഇത് കാണാം. അവരോട് അഡ്വാൻസ് നേരത്തെ ഇട്ടുതരാൻ പറയണേ. നോക്കാം. ശരി. പറഞ്ഞേ. ആർഷഭാരതത്തിലെ ഒരു കുടുംബത്തിലും ഇങ്ങോട്ട് തിരിഞ്ഞ് കളിക്കാൻ പറ്റുമോ? ഞങ്ങൾ കാണാൻ ഇങ്ങനെയൊന്ന് കളിക്കാലോ? തിരിഞ്ഞ് ഇങ്ങോട്ട് യൂട്ടർ അടിക്കാലോ? മോൻ അങ്ങോട്ട് തിരിച്ചു. അങ്ങനെ കാണട്ടെ ഞങ്ങളെ. പറഞ്ഞു. ആർഷഭാരതത്തിലെ ഒരു കുടുംബത്തിനും എങ്ങനൊരു ഗതികേട് ഉണ്ടാകരുത്. ആർഷഭാരതത്തിലെ ഒരു കുടുംബത്തിനും ഇങ്ങനൊരു അനുഭവം ഇനി ഉണ്ടാകരുതേ. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരിക്കലും നശിച്ചു പോകരുതേ. നമുക്കൊന്നാകാം. അങ്ങനെ അതാണ് പറഞ്ഞേ. ശരിക്കും പറയൂട്ടി. അവിടെ പറയുന്ന പോലെ പറയണം, ഇവിടെ പറയുന്ന പോലെ ഞാൻ പ്രൈസ് കിട്ടത്തില്ല അല്ലേ? പറഞ്ഞ ആർഷഭാരതത്തിലെ ഒരു കുടുംബത്തിലും
ഇങ്ങനൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ജനിക്കാതെ നമുക്ക് കാക്കാം. പറ. ആർഷഭാരതത്തിലെ ഒരു കുടുംബത്തിലും ഇങ്ങനെ ഒരു ആൺകുട്ടിയും ഇങ്ങനെ ഒരു പെൺകുട്ടിയും ഉണ്ടാവരുത്. ബാക്കി നമുക്ക് കാക്കാം. നമുക്ക് കാക്കാം. നമുക്ക് ഒന്നാവാം. നമ്മൾ ഒന്നാണ്. ഇങ്ങനെ കാണിച്ചല്ലോ. That's all. അങ്ങനെ അടിച്ചു തീർത്തു അത് മോണാക്ടിന്റെ. ചായ ഇടാം. That's all. ഇത് നന്നായിട്ട് പഠിച്ച് എടുക്കണം. കുറേ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്തും വരും. ഇത് എന്നാ മോളത്? ഇത് അടുത്ത ആഴ്ച. അപ്പൊ ഒരു 4 ദിവസം വന്ന് പറഞ്ഞു കൊടുത്താൽ മതി. കുറച്ച് കുട്ടി പഠിക്കട്ടെ. നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അല്ല, പറഞ്ഞു കൊടുക്കണം. വീടും കൂടി എവിടെയും കിടക്കാൻ പാടില്ല. കൂടെ തള്ളിക്കയറി വരുന്ന എന്തിനാന്നോ കൊല്ലു. വിളിച്ചു വന്നു. വിളിച്ചില്ലേ? പോട്ടെ. ഇവിടെ വാടി, അങ്ങോട്ട് നീങ്ങിക്കടി. ആരെ കാണാൻ അവിടെ പോയി വായും പൊളിച്ചിരിക്കുന്നെ? അവൻ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നെ? പെണ്ണിന് വളർന്നുള്ള ബോധം സ്വന്തമായിട്ട് വേണം. ചീത്ത പേര് കേൾപ്പിച്ച കയ്യും കാലും കെട്ടിയിട്ട് കഞ്ഞി തരും. ഇതല്ലേ എനിക്കറിഞ്ഞൂടെ? പിന്നെ നീ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഞാൻ അവിടെ ഈ ലല്ലുചേട്ടൻ വന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ തന്നെ ഞാൻ കണ്ടില്ല ലല്ലുചേട്ടൻ വന്ന. അമ്മ ഉണ്ടോ? അയ്യോ, അവിടെ ഉണ്ടായിരുന്നു. ലല്ലു വന്ന് അവിടെ നിൽക്കണ എന്റെ മോള് കണ്ടില്ലേ? പിന്നെ ഇപ്പൊ ലല്ലുച്ചേട്ടന്റെ കാര്യം പറഞ്ഞ എന്തിനാ? അല്ല, വന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ ഇവിടെ വിളിച്ചത്. ഒരുപാട് അഭിനയിക്കല്ലേ മുത്തേ, ഒരുപാട് അഭിനയിക്കല്ലേ. ഈ വഴിയൊക്കെ വന്നവളാ ഞാൻ കേട്ടോ. അതെനിക്കറിയാം. ആ അല്ല, ഞാനല്ലേ? അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്നെ? നീ ആയതുകൊണ്ടാ അതിന്റെ കുഴപ്പം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങോട്ട് നോക്ക്. ചരിത്രം ആവർത്തിക്കരുത്. ഏത്? ഓ കേട്ടല്ലോ? ക്ലീറ്റോഡാഡിനെക്കാളും പെശകലവൻ. അതെനിക്കറിയാം. നീ പട്ടിണി കിടന്ന് നരകിച്ച് വട്ടക്കൊട്ടയില് വെള്ളം കോരും. അതിന് അമ്മയും കാട്ടിയും ബോധവും ബുദ്ധി എനിക്കുണ്ട്. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞല്ലോ. ചരിത്രം ബോധവും ബുദ്ധി ഇല്ലാത്തതാണ് നീ അവിടെ വായും പൊളിച്ചു പോയി നിൽക്കുന്നത്. അമ്മ ലല്ലുചേട്ടൻ ചിലപ്പോ ഒരു ഫ്രണ്ട് ആയിട്ടായിരിക്കും എന്നെ കാണുന്നത്. അമ്മയാണ് ഇവിടെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എന്റെ ധാരണയാണല്ലോ തെറ്റ്. നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഞാൻ പോയി ലല്ലുചേട്ടനെ സംസാരിക്കട്ടെ. അപ്പൊ അത് കൊല്ലും നിന്നെ. സംസാരിക്കാൻ വേണ്ട, നോക്കുകയും വേണ്ട. നീ ഇവിടെ നിന്നോ, നീ എന്റെ അടുത്ത് നിന്നോ. പിന്നെ എന്ത് പിന്നെ? ലല്ലുചേട്ടനല്ലേ സുലുവിന്റെ അരിയനല്ലേ? അതുകൊണ്ട് എനിക്ക് അവനെ കാണുമ്പോഴേ എരണം കേട്ടോ. പക്ഷെ അമ്മ എന്ന് പറഞ്ഞ മാമിയുടെ മാന്ന് പോലും പറയില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയാം. പിന്നെ പണ്ടേ എന്റെ കൊച്ചളിയാന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയില്ലാതെയൊന്നും ഇല്ല. അതിപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാന്നല്ലേ വിളിക്കുന്നത്. ഇപ്പൊ 2 വയസ്സുള്ള കൊച്ചിനെയോ അളിയാന്നാ വിളിക്കണേ? ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാന്നല്ലേ വിളിക്കുന്നത്. അമ്മ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആരും നനച്ച് ചായ അത് അവർക്ക് കൊടുക്കട്ടെ. ചായ കൊടുക്കാനായിട്ട് ചായ തിളക്കണം. അവക്ക് നിക്കാൻ വയ്യ, അടുക്കളയിൽ നിക്കാൻ വയ്യ. അവക്ക് ഉടനെ അങ്ങോട്ട് ഓടണം. എനിക്കവിടെ പിന്നെ നല്ലുണ്ട് ഇത് കാണണ്ടേ? പീ ഇതിലിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചായ അമ്മയെ വിളിക്കാൻ പോണ്ട. നീ ഇവിടെ നിന്നോ. അല്ല, ഞാൻ പോയിട്ട് വരാം. വേണ്ട, പറഞ്ഞു കൊടുക്കട്ടെ അവൾക്ക്. ചായപ്പൊടി എന്തേടി? അതല്ലേ നോക്കട്ടെ. ഇവിടെ ഇവിടെ ഞാൻ ഇതല്ലേ? ഇത് ഒരു ചായ ഇടാൻ അറിയാൻ പാടില്ല, ഒരു ചായപ്പൊടി നോക്കി എടുക്കാൻ അറിയാൻ പാടില്ല, ഒന്നും അറിയില്ല. അവക്ക് ഇങ്ങനെ വായും പൊളിച്ചു പോയി നിൽക്കാൻ അറിയാം നല്ലോണം. ഷെടാ, പിന്നെ നല്ലു എന്റെ അനിയത്തി ചെയ്യുന്ന ഇതിന് എനിക്ക് ഹെൽപ്പ് ചെയ്യണ്ടേ? അവര് ആരൊക്കെയോ വന്ന് നിക്കുന്നെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒളിച്ചടക്കാൻ പറ്റുമോ? ശരിയാ, ചീമച്ചക്കയിലടാ കാറ്റിന് ഒടിയും ഉടലോടി. അത്രയും ഒന്നാന്തരം കടച്ചക്കയായിരുന്നത്. വാഴയും പോയി, ഇതെല്ലാം പോയി. എന്ത് ചെയ്യൂന്ന് പറയും. തമ്പിച്ചേട്ടാ, ഇന്നല്ലേ ആ കൊച്ചിന്റെ പരിപാടി? ഓണത്തിന് പോയത്? അതിന് അതിന് സമ്മാനം വല്ലതും ഉണ്ടാന്ന് പോയി നോക്ക്. നീ ആരടാ പറയുന്നത്? ഞാൻ പഠിപ്പിച്ച ഒരു കുഞ്ഞും ഇന്നവരെ ഒരു സമ്മാനവും മേടിച്ചിട്ടില്ല. അതെങ്ങനെ? ദൈവം എനിക്ക് നല്ല കഴിവുള്ള ഒരു കുട്ടിയെ കൊണ്ട് തരുമോ? തരത്തില്ല. അഭിനയിക്കാനും അറിയത്തില്ല, ഒരു വക അറിയാൻ പറ്റാത്ത പിള്ളേർ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്ത് ചെയ്യാനാ? പിള്ളേർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, നിങ്ങളെ പഠിപ്പീരിന്റെ കുഴപ്പം. ഈ കൊലയെടുത്തതിൻ്റെ തലമണ്ട ഞാൻ അടിച്ച് പൊടിക്കും കേട്ടോടി. ഉടനെ നീ എൻ്റെ മണ്ടക്കിട്ട് കയറുവാണ്. എനിക്ക് കഴിവില്ലെന്നോ? ശരാ, ആ കൊച്ചിക്ക് വന്നപ്പോ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നാ നിങ്ങളെ കൊണ്ട് പറ്റൂലെന്ന്? എടി, ഒരു കുടുംബം ഒന്നടങ്കം വന്നിട്ട് ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയണ്ടേ?
ഞാൻ വലിയ നാടകം നീയും കൂടെ പറഞ്ഞു തള്ളി വെച്ചിരിക്കുന്നു. എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ജിങ്ക ജിങ്ക ജിങ്ക. അയ്യോ ട്രോഫി കിട്ടി. ഏ ട്രോഫി കിട്ടി. ട്രോഫിയോ? ആ, ഓണാക്ടിന് ഫസ്റ്റ് പ്രൈസ്. പുറകെ ആൾക്കാർ വല്ലതും വരുന്നുണ്ടോ? ഇതിന്റെ ഉടമസ്ഥനെ വല്ലതും വരുന്നുണ്ടോ? ഇല്ല, ഇത് ശരിക്കും കിട്ടിയതാ. മോക്ക് കിട്ടിയതാ? ആ, മോണോ ആക്ടിനോ? ആ, ഫസ്റ്റ് പ്രൈസ്. മോൾക്ക് കിട്ടിയോ? ആ, മോണോ ആക്ടിന് കിട്ടിയ സത്യം പറ. ഇത് സത്യം, ഇത് എനിക്ക് കിട്ടിയതാ. കണ്ടോടി, ഞാൻ പഠിപ്പിച്ച ഒരു കുഞ്ഞ് ആദ്യമായിട്ട് പ്രൈസ് മേടിച്ച് വന്ന് നിൽക്കുന്ന കണ്ടോ? എനിക്ക് സന്തോഷമായി പോലെ. ചാരുതാർത്ഥി ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ മോണോ ആക്ടി പഠിപ്പിച്ച ഒരു കുഞ്ഞ് പ്രൈസും കൊണ്ട് വരുന്നത്. എന്റെ പൊന്നു മോള് നന്നായി വരും. എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ? Audience.